സൈന്യം തെരച്ചിൽ അവസാനിപ്പിച്ച് രാത്രിയോടെ മടങ്ങുമെന്ന് കാർവാർ MLA തന്നെ വ്യക്തമാക്കി. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അപ്പോൾ ഈ കരയിലെ ലോറിയുടെ സാന്നിധ്യം കരയിലില്ല എന്ന് സൈന്യം ഉറപ്പിക്കുകയും മടങ്ങുകയുമാണോ അരുൺ? കാർവാർ MLA സതീഷ് കൃഷ്ണ സേലി അല്പസമയം മുമ്പാണ് ഈ ദൗത്യ മേഖലയിൽ നിന്നും മടങ്ങിയത്. അതിനിടെയാണ് മാധ്യമങ്ങൾ പ്രതികരണം തേടിയത്. MLA പറഞ്ഞത് സൈന്യം നടത്തേണ്ട രക്ഷാപ്രവർത്തനം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് സൈന്യത്തിന് മറ്റ് ദൗത്യമില്ല എന്നതാണ്. നിലവിൽ അത് പൂർത്തീകരിച്ച് സൈന്യം ഇന്ന് തന്നെ മടങ്ങുമെന്നതാണ് MLA നിലവിൽ പറഞ്ഞിട്ടുള്ളത്. സൈന്യം ഇപ്പോൾ മടങ്ങിയിട്ടില്ല. നിലവിൽ അവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും സൈന്യത്തിന്റെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നതാണ് MLA നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് നിലവിൽ ഈ മണ്ണിനടിയിൽ. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന പുതിയ ഒരു വിവരം, സൈന്യം രക്ഷാദൗത്യത്തിന്റെ ഭാഗമായ സൈന്യം രാത്രിയോടെ മടങ്ങും എന്നുള്ളതാണ്. ഈ കരഭാഗത്ത് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. അത് അവിടെ ഇല്ല, ലോറി ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സൈന്യം. അരുൺ പൂപ്പറമ്പ തുടരുന്നു. അരുൺ പറഞ്ഞോളൂ. ഉന്മേഷ്, തീർച്ചയായും നിലവിൽ ലോറിയുടെ സാന്നിധ്യം മണ്ണിനടിയിൽ ഉണ്ട് എന്ന ഒരു സ്ഥിരീകരണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുനായുള്ള തെരച്ചിൽ 7ാം ദിവസമാണ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, സൈന്യം രാത്രിയോടെ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയേക്കും. ബലഗാവിയിൽ നിന്നുള്ള 40 അംഗ സൈനിക സംഘമാണ് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയത്. അവർ ഇന്ന് തെരച്ചിലിന് ഇറങ്ങിയിരുന്നു. ഈ കരഭാഗത്തെ മണ്ണേറെക്കുറെ നീക്കിയിട്ടുണ്ട്. 2 ഇടങ്ങളിൽ സിഗ്നൽ ലഭിച്ചു. 2ഇടത്തും മണ്ണ് നീക്കിയുള്ള പരിശോധന നടന്നു. പക്ഷെ അവിടെ ലോറിയില്ല എന്ന് ഏറെക്കുറെ രക്ഷാദൗത്യ സംഘം ഉറപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുഴയിലേക്ക് തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നു. പുഴക്കരയിൽ മണ്ണടിഞ്ഞുകൂടി കിടക്കുന്ന പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അരുൺ, പറയൂ. ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങളിൽ ഒന്ന്, സൈന്യം അവിടെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. സൈന്യം രാത്രിയോടെ മടങ്ങും എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അല്പസമയം മുൻപാണ് കാർവാർ MLA ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയത്. ബലഗാവിയിൽ നിന്നുള്ള ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാഷ്മി, ഈ സൈന്യം രാത്രിയോടെ മടങ്ങും അല്ലേ? സൈന്യം ഏതാണ്ട് രാത്രിയോടെ മടങ്ങും എന്നാണ് കാർവാർ MLA നൽകുന്ന സൂചന. ഉന്മേഷ്.